യുഎയിൽ താമസിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഒരു ജോലിയും കിട്ടിയില്ല, റൂമിൽ വെറുതെ ഇരിക്കുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്തേക്കോളൂ. എന്തായാലും നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിച്ചെടുക്കാനും പറ്റും, നന്നായിട്ട് നിങ്ങൾക്ക് ഇത് സെയിൽ ചെയ്യാനും പറ്റും. ഇതിപ്പോൾ എൻ്റെ മോൻ ഉണ്ടാക്കിയതാണ്. കുറേ ദിവസമായി ആൾ പറഞ്ഞു സാധാരണ ചുറ്റിത്തരലാണ്. അപ്പോൾ ഇന്ന് ഞാൻ അവനെ കൊണ്ട് ഉണ്ടാക്കിച്ച കാരണം വീഡിയോയിലൊന്ന് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്കൊരു ഇൻസ്പിറേഷൻ ആവില്ല. ചെറിയ കുട്ടികൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെങ്കിൽ വലിയ ആൾക്കാർക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിന് വേണ്ട ഇതുപോലൊരു ത്രെഡാണ്. സാധാരണ ഷോപ്പിൽ ത്രെഡ് കൊണ്ടുവന്ന് തരും, പക്ഷേ ഇന്ന് ഞാൻ വീഡിയോയ്ക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തന്നെ ത്രെഡ് എടുത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ചെയ്യാൻ മെയിനായിട്ട് വേണ്ടത് ഇതുപോലെ ത്രെഡ് ഹോൾഡറാണ്. അപ്പോൾ ഞാൻ എൻ്റെ മെഷീനിൽ തന്നെ ഉള്ള സംഭവം നൂല് വെക്കുന്നതിൽ തന്നെയാണ് ഇത് വെച്ചിട്ടുള്ളത്. പിന്നെ പറയാവുന്നത് 1 2 നൂല് 3 നൂല് ഒറ്റ ടൈമിൽ നമുക്ക് ചുറ്റാം. അതാകുമ്പോൾ ഒരുപാട് നമുക്ക് കൈ കൊണ്ട് ഇതുപോലെ എന്താ പറയുക കുറേ ടൈം ചുറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. ഒരു നൂലൊക്കെ ആണെങ്കിൽ നമുക്ക് കുറേ തിക്കാൻ വേണ്ടി കുറേ ചുറ്റിയെടുക്കണം. അപ്പോൾ ഇതുപോലെ ഒരു ജെൻസിൻ്റെ ഒക്കെ ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ഷർട്ടൊക്കെ റാപ്പ് ചെയ്യുന്ന നമുക്ക് ഇത് ടാഗ് കിട്ടും. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഈ പണി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ സ്റ്റാർട്ടിങ്ങിൽ ഇതുപോലെ കൈ നമ്മളെ തം ഫിംഗർ ഒന്ന് സ്റ്റാർട്ടിങ്ങിലെ ത്രെഡും വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിയെടുക്കുക. ഞാൻ പറഞ്ഞു സിംഗിൾ ത്രെഡ് ആയതുകൊണ്ട് നമ്മൾ 300 ടൈം ചുറ്റിക്കഴിഞ്ഞാലാണ് അത്ര തിക്നെസ് കിട്ടുക. ഇനിയിപ്പോൾ നിങ്ങളത് ഡബിൾ വെച്ചിട്ടാണ് നിങ്ങൾ ചെയ്യുന്നത് എങ്കിൽ 150 ടൈം ചുറ്റിയെടുത്താൽ മതി. അതാണ് വ്യത്യാസം പറഞ്ഞത്. ഇപ്പോൾ നമ്മൾ ചുറ്റി 300 ടൈം ചുറ്റിയപ്പോൾ അതേ സ്റ്റാർട്ടിങ്ങിലെ ത്രെഡാണ് കാണുന്നത്. അതിൻ്റെ അടുത്ത് തന്നെ എൻഡിങ്ങിലെയും വെച്ചിട്ട് അത് ഒരുമിച്ച് വെച്ചിട്ട് വേണം കട്ട് ചെയ്യാൻ. നമ്മൾ സ്റ്റാർട്ടിങ് അവിടെ എൻഡിങ് ഇവിടെ ആയി കഴിഞ്ഞാൽ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ആ നൂല് കട്ട് ചെയ്ത് പോവുള്ളൂ. ഒരുമിച്ച് വെച്ചിട്ട് ഇതേപോലെ ടൈറ്റിൽ പിടിച്ചിട്ട് നന്നായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. കൈ അപ്പോഴും ഇതുപോലെ നന്നായിട്ട് മുറുക്കി പിടിക്കണം ത്രെഡ്, അല്ലെങ്കിൽ എല്ലാം കൂടെ മിക്സ് ആവും. അപ്പോൾ ഇതാണ് നമ്മൾ കട്ട് ചെയ്തതിന് ശേഷമുള്ളത്. ബാക്കിയുള്ളത് നാളെ കാണിച്ചു തരാം കേട്ടോ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്.